ഗുഡ് മോർണിംഗ് ഗൈസ്. എസ് എൻ പെർഫ്യൂംസിന്റെ പുത്തൻ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് ഓൺ വോയിസ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങളടുത്ത്. അപ്പോൾ കുറച്ച് നിങ്ങളടുത്ത് സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയാണ് ഇതാ ഈ കള്ളിമുണ്ടും ബ്ലാക്ക് ഷർട്ടുമായിട്ട് ഞാൻ എത്തിയിട്ടുള്ളത്. അതൊക്കെ പോട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാട്ട് പാടിയിട്ട് തുടങ്ങാം. ആരും മൂടിപ്പോകരുത്, എൻ്റെ കുറച്ച് പാട്ടുകൾ കേൾക്കൂ ഗൈസ്, കേൾക്കൂ. അപ്പോൾ ആദ്യത്തെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാജറ ബീവിയെ കുറിച്ചാണ് കേട്ടോ. ആരാണ് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ? ഒരുപാട് കഠിനാധ്വാനം ജീവിതത്തിൽ ചെയ്ത് ആ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവട്ടെ, ഞാൻ കൂടുതലായിട്ട് അതൊന്നും പറയുന്നില്ല. ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ജീവിതത്തിൽ വിജയിച്ചൊരു മഹദിയാണ് ബീവി ഹാജറ റളിയല്ലാഹു അൻഹ. ഓക്കെ, അപ്പോൾ ആ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ആ ചരിത്രങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. സംസമിൻ്റെ ഉറവിടവും ചരിത്രങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. അപ്പോൾ ആ മഹദിയുടെ ബർക്കത്തുകൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് ഏതായാലും ആ പാട്ടിലോട്ട് കിടക്കാം. പുലരിപ്പൂം ചിരിയാൽ പുളകങ്ങൾ ചാർത്തും പൂമങ്കൾ ബീവി ഹാജറ, തേനിമ്പപ്പൂ ഹാജറ, പുതുമാരനെന്നും പിരിശൻ കൊടുക്കാൻ പൊലിവിട്ട മോൾ ഹാജറ, പുകളുറ്റവൾ ഹാജറ, പാരാകെയെന്നും പിരിശൻ കൊടുക്കാൻ പുതുമാരി നീ ഹാജറ. അപ്പോൾ ഗൈസ്, പാട്ടൊക്കെ കുറച്ച് തെറ്റൊക്കെ വന്നിട്ടുണ്ട്, ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പെട്ട് എന്താ പറയുക, അവരെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെയും അതുപോലെ ബീവി ഹാജറ റളിയല്ലാഹുവിൻ്റെ ഒക്കെ ചരിത്രങ്ങൾ നിങ്ങൾ കേട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കതിൽ നല്ലൊരു മോട്ടിവേഷൻ ആവും. നമ്മുടെ ജീവിതത്തിൽ കേസ് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുമായിരിക്കും അല്ലേ? എല്ലാവർക്കും പ്രയാസമുണ്ട് കേസ്. ആരും 100% കേട്ടോ. എല്ലാവർക്കും ജീവിതത്തിൽ പ്രയാസമുള്ള ആളുകളാണ്. അപ്പോൾ ഈ പ്രയാസമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താലോചിക്കണം? നമ്മൾ മുൻകഴിഞ്ഞ ചരിത്രകാരന്മാരെ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുക. എപ്പം പോസിറ്റീവായിട്ടിരിക്കാൻ നോക്കുക കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളെ ചിന്തയെ സൂക്ഷിക്കുക, കൂട്ടത്തിലിരിക്കുമ്പോൾ നമ്മളെ സംസാരത്തെ സൂക്ഷിക്കുക. പിന്നെ അതുപോലെ എന്താ പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല, കുറച്ചൊക്കെ അറിയാവുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, എനിക്ക് അത്രയും പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അമ്പായിട്ട് നമ്മുടെ ജീവിതത്തിലോട്ടേക്ക് വരുമ്പോൾ അതിനെ അമ്പിനെ എങ്ങനെ ഒടിച്ച് കളയാം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ആൾക്കാരുടെ അടുത്ത് ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ഈ നാവിനെ സൂക്ഷിക്കണം കേസ്. ചില സമയത്ത് ഇത് നമുക്കൊരു പണിയാണ്, സത്യം കൂടി പറഞ്ഞു. ഇതിന് എല്ലില്ല, അതുകൊണ്ട് നമ്മൾ പലതും പറഞ്ഞു, ഈ ഞാനടക്കം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് ചൊല്ലി എന്നിട്ട് നമ്മൾ പറയാം, പടച്ച റബ്ബേ, ഇന്ന് നമ്മൾ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നിടയിൽ ഒരു തെറ്റ് പോലും വന്നുപോയില്ലേ, അല്ലെങ്കിൽ കള്ളത്തരം വന്നുപോയില്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്.